ഡോക്ടർ, ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. 45 വർഷക്കാലത്തിലേറെ ഈ രംഗത്ത്, നേത്ര ആരോഗ്യ രംഗത്ത് താങ്കൾ പ്രവർത്തിച്ചു വരികയാണല്ലോ. ആ രംഗം, ഇത്രയും കാലത്തെ പ്രവർത്തന ആ പരിചയത്തിൻ്റെ ഭാഗത്തുനിന്ന് എന്താണ് ചുരുക്കത്തിൽ പറയാനുള്ളത്? നമ്മൾ കഴിഞ്ഞ 40-45 വർഷം പുറമോട്ട് ചിന്തിച്ചാൽ അന്ന് ഡോക്ടേഴ്സ് വളരെ കുറവാണ്, പേഷ്യൻ്റ് നമ്പർ നല്ലപോലെയുണ്ട്, കേറ്ററിംഗ് സർവീസസ് വളരെ കുറവാണ്, ഗവൺമെൻറ് സെക്ടറിലൊക്കെ ആയിരുന്നു ധാരാളമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലും അപര്യാപ്തമായിരുന്നു അന്നത്തെ കാലത്ത് പോലും. അത് വളരെയധികം വ്യത്യാസമായി ഇപ്പോൾ ധാരാളം ഹോസ്പിറ്റൽസ്, നമ്പർ ഓഫ് ഡോക്ടേഴ്സ് കൂടി, അതുപോലെ തന്നെ രോഗികളുടെ വിദ്യാഭ്യാസം വർദ്ധിച്ചിട്ടുണ്ട്. അവർക്ക് എല്ലാ രോഗങ്ങളെക്കുറിച്ചും ഒരു അറിവ് അവർക്കുണ്ട്, ഒരു അവയർനെസ് എല്ലാവർക്കും വന്നിട്ടുമുണ്ട്. ഇത്രയും വ്യത്യാസങ്ങളാണ് ഈ ഒരു 50 വർഷക്കാലത്തിനിടയിൽ, ആദ്യകാലത്ത് നിന്ന് ഇന്നത്തെ കാലം, ഈ എല്ലാ കാലങ്ങളുടെയും കടന്നുപോയ ഡോക്ടർ, ഈ കാലങ്ങളിലുള്ള ഒരു വ്യത്യാസം, ടെക്നോളജിയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ, രോഗികളിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ, രോഗങ്ങളിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ആദ്യമായിട്ട് ഉള്ളത് രോഗികളിലുള്ള വ്യത്യാസമാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. കാരണം അന്ന് വിദ്യാഭ്യാസം ഇല്ലാതിരുന്ന ഒരു കാലഘട്ടങ്ങളാണ് രോഗികൾ ഞങ്ങളുടെ അടുത്ത് ചികിത്സയ്ക്ക് വേണ്ടി വന്നുകൊണ്ടിരുന്നത്. അവരെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുന്നതിന് അവരുടെ അജ്ഞത വളരെ കൂടുതലായിരുന്നു. അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നല്ലൊരു ബുദ്ധിമുട്ട് ഉള്ള ഒരു കാര്യമായിരുന്നു. ചികിത്സിക്കുക മാത്രമല്ല, നല്ലപോലെ അവരെ പ്രൈം ചെയ്ത് അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. കാരണം അവർക്ക് ഒരു അറിവില്ലാതെയാണ് നമ്മുടെ അടുത്ത് വരുന്നത്. അപ്പോൾ അവരുടെ പ്രയാസങ്ങൾ നമ്മുടെ അടുത്ത് പറയുമ്പോൾ അവർക്ക് ആ പ്രയാസത്തിൽ നിന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ അവർ ചിന്തിക്കുന്നുള്ളൂ. അതിൽ നിന്നൊന്ന് രക്ഷപ്പെടുക. ഒരു സർജറി ആണെങ്കിൽ സർജറി, ചികിത്സയാണെങ്കിൽ ചികിത്സ. അതല്ലാതെ അവരുടെ ഭാവി ജീവിതത്തെക്കുറിച്ച് എങ്ങനെ അത് നമുക്ക് റീഹാബിലിറ്റേറ്റ് ചെയ്യാം, ഈ പേഷ്യൻറ്റിനെ കുറിച്ച് അവർക്ക് ബോധവാന്മാരല്ലായിരുന്നു. അത് നമ്മൾ വീണ്ടും അത് ഇപ്പോഴത്തെ കാലത്ത് അത് വളരെയധികം കൂടുതലായിട്ട് നമ്മൾ റീഹാബിലിറ്റേഷൻ അടക്കം പ്രിവെൻറ്റീവ് മെഷേഴ്സ്, അതുപോലെ തന്നെ പല ഗവൺമെൻറ് പ്രോഗ്രാംസ് നമ്മൾ ഈ രോഗങ്ങളെക്കുറിച്ച് അറിയുന്നതിനും അതിൻ്റെ ചികിത്സ തുടക്കത്തിൽ കണ്ടുപിടിച്ച് അതിൻ്റെ ചികിത്സ ചെയ്യുന്നതിനുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു വരികയാണ്. ഓക്കെ, താങ്ക് യു സർ.